സ്വർണ്ണമാണെന്ന് പറഞ്ഞ് മുക്കുപണ്ടം നൽകി കബളിപ്പിച്ചേന് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. അതിനു വേണ്ടിയല്ലേ നീ മുക്കുപണ്ടം സമ്മാനമായിട്ട് തന്നത്? അല്ല ആന്റി എന്തൊക്കെയാ പറയുന്നേ? മുക്കുപണ്ടം അല്ല, സ്വർണ്ണ ഞാൻ ആന്റിക്ക് സമ്മാനമായിട്ട് കൊടുത്തു വിട്ടത്. എന്നിട്ടാണോടി അത് പണയം വെക്കാൻ പോയ എന്റെ മോനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ലോക്കപ്പിലിട്ടത്? നീ കൊടുത്തുവിട്ട സമ്മാനം നിനക്ക് എന്നെ തിരിച്ചു തരാൻ മീരയെ ഏൽപ്പിക്കാൻ വേണ്ടി ഞാൻ സുധിയുടെ കയ്യിൽ കൊടുത്തയച്ചതാ. അവൻ ഞാനറിയാതെ അത് കൊണ്ടുപോയി ബാങ്കിൽ പണയം വെക്കാൻ നോക്കി. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാഗ്യത്തിന് ജയിലിൽ പോകേണ്ടി വന്നില്ല. എന്നെ നീ കൊടുക്കാൻ നോക്കി, പക്ഷേ കുടുങ്ങിയത് അവനാ. കുറച്ച് വിഷമം ഉണ്ടായെങ്കിലും നിന്റെ കള്ളത്തരം പിടിച്ചല്ലോ. നീ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നേ? ആന്റി അത് ഞാൻ പറയുന്നത് ഒന്നും പറയണ്ട. ഞാൻ മുക്കുകൊണ്ടല്ല കൊടുത്തു വിട്ടത്, സ്വർണം തന്നെയാ. അത് തനി സ്വർണം. ഇതിലെന്തോ കളി നടന്നിട്ടുണ്ട് ആന്റി. ഞാൻ കൊടുത്തുവിട്ട സ്വർണം മാറ്റി ആരോ മുക്കുപണ്ടം വെച്ചതാ. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ആരോ കരുതി കൂട്ടി ചെയ്തതാ. ഇനിയിപ്പോ മീരായിരിക്കോ ചെയ്തേ? അല്ല പിന്നെ ആര് ചെയ്യാനാ? അവൾ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിച്ചേ? കള്ളത്തരം കാണിച്ചിട്ട് അത് കൂട്ടുകാരിയുടെ തലയിലിട്ട് രക്ഷപ്പെടാൻ നോക്ക. ആന്റി നിനക്കേ ആരോട് സ്നേഹമില്ലടി. എങ്ങനെയെങ്കിലും നിന്റെ കാര്യം നേടണം. എന്റെ മോനെയും അവന്റെ കുടുംബത്തെയും ചതിച്ചവളാ നീ. അതിന് വേണ്ട ശിക്ഷ ഞാൻ നിനക്ക് തന്നു. എന്നിട്ടും നീ പാഠം പഠിക്കുന്നില്ലല്ലോടി. ആന്റി ആന്റി എന്നൊന്ന് വിശ്വസിക്കണം. ഞാൻ ആന്റി കൊടുക്കാൻ നോക്കിയിട്ടില്ല. ഞാൻ സ്വർണം തന്നെയാ കൊടുത്തുവിട്ടത്. വായടക്കടി. വീണ്ടും വീണ്ടും കള്ളം പറയല്ലേ. നീ എന്ത് സൂത്രം പ്രയോഗിച്ചാലും എന്റെ വീട്ടില് ഇനി നിനക്ക് കയറാൻ പറ്റില്ല. എന്റെ മോനോടൊപ്പം ജീവിക്കാനും പറ്റില്ല. നിന്നെ ഡിവോഴ്സ് ചെയ്ത് ഞാൻ എന്റെ മോനെ കൊണ്ട് കോടീശ്വരിയായ പെണ്ണിനെ കെട്ടിക്കും. നിന്നെ കെട്ടിയില്ലായിരുന്നെങ്കിൽ വേറെ പെണ്ണിനെ അവന് കിട്ടില്ലായിരുന്നു എന്ന് നീ പറഞ്ഞില്ലേ? മണ്ടനും കഴിവ് കെട്ടവനുമായ അവനെ നീയാണ് നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ചെന്നും പറഞ്ഞു. ഇതിനൊക്കെയുള്ള മറുപടി നിനക്ക് ഞാൻ വൈകാതെ തരുന്നുണ്ടടി. നിന്റെ താലി ഞാൻ പൊട്ടിക്കോടി. ആന്റി നിന്റെ കള്ളത്തരം കാരണം എന്റെ മോൻ കുറെ അനുഭവിച്ചു. ഇപ്പോ ഒരു രാത്രി ലോകകപ്പിലും കിടന്നു. ഇതേ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നതാ നിനക്ക് നല്ലത്. അവന്റെ പുറകെ വരാതെ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കും. ആന്റി അങ്ങനൊന്നും പറയല്ലേ. എല്ലാം ചെയ്തു കൂട്ടിട്ട് അവളുടെ ഒരു കള്ള കണ്ണീര്. അയ്യോ അമ്മ, ശ്രുതിയുടെ കരച്ചിലല്ലേ കേട്ടത്? ആണല്ലോ. ഇവിടെയൊക്കെ തൊട്ടാലേ കൈനാറും. ഇവിടം കൊണ്ടൊന്നും തീരില്ല. നീ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. നീ നോക്കിക്കോടി, നിന്റെ താലി ഞാൻ പൊട്ടിക്കും. വേണ്ട.